ജൂലൈ 14 തിങ്കളാഴ്ച. മത്തായി 10:34 മുതൽ 11:1 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷം പലർക്കും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതായി തോന്നിയേക്കാം. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനല്ല ഞാൻ വന്നത്, വാളാണ്. അവൻ തുടർന്ന് പറയുന്നു, മകൻ പിതാവിനെതിരെയും മകൾ അമ്മയ്ക്കെതിരെയും അമ്മ മരുമകൾക്കെതിരെയും ആകും. അവൻ അവർക്കൊരു മുന്നറിയിപ്പ് നൽകുന്നു, നിന്റെ ശത്രുക്കൾ നിന്റെ വീട്ടുകാർ തന്നെ ആയിരിക്കും. പിന്നെ യേശു പറയുന്നു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ മകനെയോ മകളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ കൂടി ഉപയോഗിക്കുകയും ഒടുവിൽ തൻ്റെ ശിഷ്യന്മാരോടും നമ്മോടും നാം ഒന്നാമതായി യേശുവിനെ സ്നേഹിക്കണമെന്ന് പറയുന്നു. ശരിയാണ്, നമ്മൾ നമ്മുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സ്നേഹിക്കും. പക്ഷേ യേശുവും ദൈവവും ആത്മാവും നമ്മുടെ ജീവിതത്തിൽ വാഴണം. ഇന്ന് നമുക്ക് ചോദിക്കാം, നമ്മുടെ ജീവിതത്തിൽ ആരാണ് അല്ലെങ്കിൽ എന്താണ് വാഴുന്നത്? ജീവിതത്തിൽ നമ്മൾ ധാരാളം തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നുണ്ട്. ജീവിതത്തിലെ നമ്മുടെ അടിസ്ഥാന തത്വങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ തീരുമാനമെടുക്കുന്നത് അത്ര എളുപ്പമല്ല. ഈ നിമിഷങ്ങളിൽ നമ്മൾ പലപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. തൽക്കാലത്തേക്ക് സൗകര്യപ്രദമായത് തിരഞ്ഞെടുക്കുന്നു. ശരിയായതിനു വേണ്ടി, സത്യത്തിനു വേണ്ടി പോരാടുന്നതിന് പകരം നമ്മൾ പലപ്പോഴും നമ്മുടെ സുഖസൗകര്യ മേഖലയെ തുടരാനും നമ്മുടെ മനസ്സമാധാനം സംരക്ഷിക്കാനും തീരുമാനിക്കുന്നു. ദൈവത്തിനും ലൗകിക കാര്യങ്ങൾക്കുമിടയിൽ ഒരു തിരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ നമ്മളിൽ പലരും രണ്ടാമത്തേത് തിരഞ്ഞെടുക്കുന്നു. ഇക്കാരണത്താൽ വ്യക്തിപരമായ നേട്ടത്തിനു വേണ്ടിയും കുടുംബത്തിനു വേണ്ടിയും താൽക്കാലിക സമാധാനത്തിനു വേണ്ടിയും അല്ലെങ്കിൽ ആ സമയത്തെ സൗകര്യത്തെ കണക്കാക്കി തീരുമാനമെടുക്കുകയാണെങ്കിൽ നാം അവന് യോഗ്യരല്ലെന്ന് യേശു നമ്മോട് പറയുന്നു. ഈ പ്രക്രിയയിൽ സ്നേഹത്തിൻ്റെ നീതിയുടെ മൂല്യങ്ങളും തത്വങ്ങളും നാം ബലികഴിക്കുന്നു. അവൻ്റെ രാജ്യത്തിനു വേണ്ടി എപ്പോഴും വ്യക്തിപരമായ ത്യാഗങ്ങൾ ചെയ്യാൻ യേശു നമ്മെ വെല്ലുവിളിക്കുകയാണ്. അതായത് നമുക്ക് വേണ്ടി ലോകത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അവനെ അനുഗമിക്കുന്നതിലൂടെ അവൻ്റെ രക്ഷാവാഗ്ദാനം പൂർണ്ണ ഹൃദയത്തോടെ സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, ശിഷ്യത്വത്തിൻ്റെ വില വളരെ വലുതാണ്. പക്ഷേ അതിൻ്റെ പ്രതിഫലം അതുല്യമാണ്. യേശുവിനെ അനുഗമിക്കുക എന്നാൽ നമ്മുടെ കുരിശുമെടുത്ത് നടക്കുക, പഴയ വ്യക്തിത്വത്തിൽ നിന്ന് മരിച്ച് അവൻ്റെ കൃപയുടെയും സത്യത്തിൻ്റെയും പൂർണ്ണതയിൽ ജീവിക്കുക എന്നതാണ്. ആ ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.